നമസ്കാരം. ഹിസ്ബുള്ളയുടെ രണ്ടാമനെ മടയിൽ കയറി തീർത്ത ഇസ്രായേലി സേന. ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓഫീസ് സമുച്ചയത്തിലെ 4-ാം നിലയിലേക്കും 3-ാം നിലയിലേക്കും ഇസ്രായേൽ ഞായറാഴ്ച രാത്രി കൊടുത്തത് 3 മിസൈലുകൾ. ഈ 2 നിലകളിലും ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ തീർന്നു. ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈദം അലി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക പദവിയിൽ ഇസ്രായേലിന്റെ തലപ്പത്ത് നിന്ന് രണ്ടാമനാണ് ഹൈദർ അലി. നിരവധി വർഷങ്ങളായി ഇസ്രായേൽ ലക്ഷ്യമിടുന്ന, ഇസ്രായേൽ അന്വേഷിക്കുന്ന കൊടും ഭീകരൻ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ മേധാവി ഹൈദർ അലിയെ വധിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ രൂക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും നടക്കുന്നുണ്ട്. 2024 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ പ്രാബല്യത്തിലുണ്ട്. എന്നാൽ ഏതു ഘട്ടത്തിലാണോ ചാവേർ ആക്രമണത്തിനും ഭീകരാക്രമണത്തിനും ഹിസ്ബുള്ള ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുനരുജ്ജീവനത്തിന്, ഒരു നിർമ്മാണത്തിന് ഹിസ്ബുള്ള ശ്രമിക്കുന്നത്, ആ ഘട്ടങ്ങളിലൊക്കെ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വെടിനിർത്തൽ കരാറിനിടയിലും ഇസ്രായേൽ ലെബനന് നേരെ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം. അതിലേറ്റവും ഒടുവിലെത്തതാണ് ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് സമീപമുള്ള 9 നില കെട്ടിടത്തിലെ 4-ാം നിലയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഹൈദം അലിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം. എത്ര കൃത്യമായിരുന്നു ആക്രമണം! 3 റോക്കറ്റുകൾ, ആ റോക്കറ്റുകൾ 2 നിലകളിൽ ആക്രമണം നടത്തി. അതിനകത്തുണ്ടായിരുന്ന 5 ഹിസ്ബുള്ള ഭീകരന്മാരടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. 2 ദിവസം മുമ്പാണ് പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഹമാസ് കേന്ദ്രം, ലെബനനിലെ ഹമാസ് കേന്ദ്രം, ഗാസയിലെ ഹമാസിന്റെ ഭീകരകേന്ദ്രമല്ല, ലെബനനിലെ ഹമാസിന്റെ ഭീകര കേന്ദ്രം ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തത്. ആ ആക്രമണത്തിൽ 13-ലധികം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു. അതിനേക്കാൾ ഉപരി ഹമാസിന്റെ ആയുധ സംഭരണശാലയാണ് ആ അഭയാർത്ഥി ക്യാമ്പിന്റെ താഴെ ഉണ്ടായിരുന്നത്. ഈ കൊടും ഭീകരന്മാരുടെ ചതി എന്ന് പറയുന്നത് ഇവരുടെ ആയുധ കേന്ദ്രങ്ങൾ, ഇവരുടെ ഓപ്പറേഷൻ സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലാണ്. അതുപോലെ തന്നെ ആശുപത്രികൾക്ക് താഴെയാണ്, കുട്ടികളുടെ സ്കൂളുകൾക്ക് താഴെയാണ്, വൃദ്ധസദനങ്ങൾക്ക് താഴെയാണ് ഇവർ ഇത്തരം ആയുധ ക്യാമ്പുകളും ഓപ്പറേഷൻ സെന്ററുകളും കമാൻഡ് സെന്ററുകളും ഒക്കെ സജ്ജീകരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലി സേന ആക്രമിക്കും. ഇസ്രായേലിന്റെ റഡാറുകൾ ഇസ്രായേലിന് നേരെ വന്ന മിസൈലുകളുടെ അല്ലെങ്കിൽ റോക്കറ്റുകളുടെ ഉറവിടം തേടി അവിടേക്ക് ഓട്ടോമാറ്റിക്കലായി തിരിച്ചടിക്കും. ആ ആക്രമണം ചെന്ന് പതിക്കുന്നത് സ്കൂളുകൾക്ക് മുകളിലോ ആശുപത്രികൾക്ക് മുകളിലോ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുകളിലോ ആകും. ഉടൻ തന്നെ റെഡ് ക്രോസും ഈ പറയുന്ന മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ നെഞ്ചത്തടിച്ച് നിലവിളിയുമായി രംഗത്ത് വരും. അയ്യോ, ഇസ്രായേൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ബോംബിട്ടേ, അയ്യോ ഇസ്രായേൽ സ്കൂളുകൾക്ക് നേരെ റോക്കറ്റ് അയച്ച്, അയ്യോ ഇസ്രായേൽ വൃദ്ധസദനങ്ങൾ ആക്രമിച്ച്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ അടിയിൽ, സ്കൂളുകളുടെ താഴെ, ഈ പറയുന്ന ആശുപത്രികൾക്ക് കീഴിൽ ഒക്കെയാണ് ഈ കൊടും ഭീകരന്മാരുടെ കേന്ദ്രങ്ങളും ഇവരുടെ ആയുധ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും ഒക്കെ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും ആ തിരിച്ചടിയിൽ അവിടേക്ക് ആക്രമണം ഉണ്ടാകും. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ്, ലെബനിലുള്ള പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ തൊട്ടു താഴെ ഭൂഗർഭ അറയിലാണ് ഹമാസിന്റെ കമാൻഡ് സെന്ററും ആയുധ കേന്ദ്രവും പരിശീലന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ഹമാസിന്റെ ഒരു പരിശീലകനെ പോലും ആ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ഇസ്രായേലി സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ്. എന്തായാലും 2024 മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസുമായി ഇസ്രായേലി സേന യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള പലപ്പോഴായി ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. നിരന്തരമായി ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഇങ്ങനെ ഗ്രനേഡ് റോക്കറ്റ് ആക്രമണവും അതുപോലെ മിസൈൽ ആക്രമണവും ഒക്കെ തുടർന്നപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചു. എന്നാൽ ഹമാസിനെതിരെ പോലെയുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധമായിരുന്നില്ല ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയത്. വെറും 55 ദിവസം. ആ 55 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ ഹിസ്ബുള്ള നട്ടലൊടിഞ്ഞു, നടുവൊടിഞ്ഞു, ഒന്നുമില്ലാതായി. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളൊക്കെ തകർന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹിസ്ബുള്ള തകർന്നു തരിപ്പണമായി. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന ലെബനനിൽ ഒന്നുമല്ലാതായി തീർന്നു.
ആ 55 ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ളയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നിരവധി നേതാക്കന്മാരെ, പതിറ്റാണ്ടുകളോളം ഹിസ്ബുള്ളയെ നയിച്ച ഹസൻ നസറുള്ള അടക്കം 1ാം നിരയിലെയും 2ാം നിരയിലെയും 3ാം നിരയിലെയും നേതാക്കന്മാരെ എല്ലാം തീർത്തു തരിപ്പണമാക്കി ഇസ്രായേൽ സേന. അതിന് പിന്നാലെ ഹിസ്ബുള്ളയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള പുനരുജ്ജീവനത്തിന്റെ ചില നീക്കങ്ങൾ നടന്നു വരുന്നു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. അതിൽ പ്രധാനിയാണ് ഹൈതം അലി. ആ ഹൈതം അലിയെ കൂടി ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു. അതും ഹിസ്ബുള്ളയുടെ മടയിൽ കയറി.